വിശുദ്ധ വേദപുസ്തകത്തിൽ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു സംഭാഷണം, ഒരു കോൺവെർസേഷൻ യോഹന്നാൻ സുവിശേഷം 21-ാമത്തെ അധ്യായത്തിൽ സുവിശേഷകനായിരിക്കുന്ന യോഹന്നാൻ എഴുതിയിട്ടുണ്ട്. ആ സംഭാഷണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന രണ്ട് പേർ, ഒന്ന് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും, രണ്ട് അവിടുത്തെ അടിമ ശിഷ്യനായിരിക്കുന്ന പത്രോസുമാണ്. ഒരു പ്രഭാതത്തിൽ ഗന്നസരത്ത് തടാകത്തിൻ്റെ തീരത്തിൽ യേശു നിൽക്കുമ്പോൾ ഒഴിഞ്ഞ വള്ളവുമായിട്ട് ഒരു മീൻ പോലും കിട്ടാതെ അവിടുത്തെ ശിഷ്യന്മാരിൽ കുറേ ആൾക്കാർ ആ കടലിൻ്റെ ഉൾക്കടലിൽ നിന്നുകൊണ്ട് മീൻ പിടിക്കുകയാണ്. യേശു കരയിൽ നിന്നുകൊണ്ട് അവർക്ക് മീൻ എന്തെങ്കിലും കിട്ടിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഒന്നും കിട്ടിയില്ല എന്ന മറുപടിയിൽ യേശു അവർക്കൊരു നിർദ്ദേശം കൊടുക്കുകയാണ്. പടകിൻ്റെ വലതുഭാഗത്ത് വല വീശുക, അന്നേരം നിങ്ങൾക്ക് മീൻ കിട്ടുമെന്നുള്ള ആശയത്തിൽ കർത്താവ് പറയുകയും അങ്ങനെ അവർ ചെയ്ത് വലിയൊരു മീൻകൂട്ടം അവർക്ക് ലഭിക്കുകയും ചെയ്തു. അങ്ങനെ അവർക്ക് ആ മീൻകൂട്ടം ലഭിച്ചപ്പോൾ ആ പടകിലിരുന്ന് യോഹന്നാൻ പത്രോസിനോട് പറയുന്ന ഒരു വാക്കുണ്ട്. പത്രോസെ, ആ കരയിൽ നിൽക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ് എന്നെനിക്ക് തോന്നുന്നു എന്നൊരാശയത്തിൽ യോഹന്നാൻ പത്രോസിനോട് ഈ കാര്യം പറയുകയാണ്. കാര്യം അവന് പഴയ ഒരു കാര്യം ഓർമ്മ വന്നു. എന്താ ആ പഴയ കാര്യമെന്നറിയാമോ? ലൂക്കോസ് സുവിശേഷം 4-ാമത്തെ അധ്യായത്തിൽ യേശുവിനെ ഇവരൊക്കെ കണ്ടെത്തുന്നതിന് മുൻപ്, യേശുവിൻ്റെ ശിഷ്യന്മാരാകുന്നതിന് മുൻപ് 3.5 കൊല്ലങ്ങൾക്ക് മുൻപ് ഇതുപോലെ സമാനമായിരിക്കുന്ന ഒരു മീൻപിടുത്തം യോഹന്നാന് പെട്ടെന്ന് ഓർമ്മ വന്നു. അന്ന് ആ ശൂന്യമായ പടകുകളെ നിറച്ചു തന്നത് യേശു ആണെങ്കിൽ, ഇങ്ങ് 3.5 കൊല്ലത്തിന് ശേഷം കരയിൽ നിന്നുകൊണ്ട് ആജ്ഞാപിച്ച് ആ പടകിനെ നിറയ്ക്കാൻ കഴിവുള്ള ഒരാൾ, ആ കരയിൽ നിൽക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും യേശു ക്രിസ്തുവാണെന്ന് യോഹന്നാൻ പത്രോസിനോട് പറയുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയാനുണ്ട്, നമ്മുടെ പഴയ നഷ്ടങ്ങൾ, പഴയ ആ ദുഃഖങ്ങൾ, വേദനകൾ, അത് നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കപ്പെടുന്നുണ്ടെങ്കിൽ ആ ആവർത്തനത്തിൻ്റെ നടുവിലും ദൈവത്തിന് ഒരു പ്രവൃത്തി അയക്കാനുണ്ടെങ്കിൽ അന്ന് സ്നേഹിച്ച അതേ ദൈവം തന്നെയാണ് ഇന്നും നമ്മളെ സ്നേഹിക്കുന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത്. അന്ന് ഒഴിഞ്ഞ പടകിനെ അവന് നിറയ്ക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ ഇന്നും ഒഴിഞ്ഞ പടകിനെ നിറയ്ക്കുവാൻ അവിടത്തേക്ക് കഴിയും. അന്ന് നമ്മുടെ രോഗങ്ങളെ മാറ്റിയെങ്കിൽ ഇന്നും നമ്മുടെ രോഗങ്ങളെ മാറ്റാനായിട്ട് കർത്താവിന് കഴിയും. അന്ന് നമ്മുടെ വ്യഥകളെ കർത്താവിന് മാറ്റാൻ കഴിഞ്ഞെങ്കിൽ ഇന്നും നമ്മുടെ വ്യഥകളെ മാറ്റാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് യോഹന്നാൻ പത്രോസിനോട് പറയുന്നത്, പത്രോസെ, കരയിൽ നിൽക്കുന്നത് യേശുവാണ്. ഞാൻ നിങ്ങളോട് പറയുന്നു, ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പിന്മാറിപ്പോയിട്ടും, നമ്മൾ പലപ്പോഴും കർത്താവിനെ വിട്ട് ഇറങ്ങിപ്പോയിട്ടും, കിട്ടാത്ത കൊച്ചു കൊച്ചു കാര്യങ്ങൾ പറഞ്ഞ് കർത്താവിനെ ഉപേക്ഷിച്ച് പോയിട്ടും, നമ്മുടെ പുറകെ വന്ന യേശുവിൻ്റെ സ്നേഹം എത്ര വലുതാണ്. നമ്മൾ പോയ എല്ലാ വഴികളിലും നമ്മളെ ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മുടെ പുറകെ വന്ന കർത്താവിൻ്റെ സ്നേഹം എത്ര മധുരമുള്ളതാണ്. ആ കരയിൽ നിൽക്കുന്നത് യേശുവാണെന്ന് യോഹന്നാൻ പറയുകയും പത്രോസ് വെള്ളത്തിലേക്ക് ചാടി അവൻ നീന്തി കരയ്ക്ക് വരികയാണ്. കരയ്ക്ക് വന്നപ്പോഴത്തേക്കും ബാക്കി 6 പേരും കൂടെ, മൊത്തത്തിൽ പത്രോസിൻ്റെ കൂടെ 6 പേരുണ്ട്, പത്രോസ് ഉൾപ്പെടെ 7 പേർ. ഈ 7 പേരാണ് പടകും എടുത്തുകൊണ്ട് മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് പോയത്. ബാക്കി 6 പേര് കൂടി വന്നപ്പോഴത്തേക്കും യേശു പത്രോസിൻ്റെ അടുക്കൽ ചെന്നിട്ട് പത്രോസിനോട് വളരെ ഹൃദ്യമായൊരു ചോദ്യം ചോദിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 21:15 നമുക്ക് ആ വാക്യം കാണാനായിട്ട് കഴിയുന്നുണ്ട്. യേശു പത്രോസിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: പത്രോസ്, നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? നോക്കൂ, മറ്റ് 6 പേർ അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷെ അവരോട് ആരോടും ചോദിക്കാത്ത വ്യത്യസ്തമായിരിക്കുന്ന ഒരു ചോദ്യം പത്രോസിനോട് യേശു ചോദിക്കുന്നു. ഇവരിൽ അധികമായി എന്ന് യേശു പറയുമ്പോൾ യേശു ചൂണ്ടിക്കാണിക്കുന്ന 6 പേർ ആ പരിസരത്തുണ്ട്, ആ ഗന്നസരത്ത് തടാകത്തിൻ്റെ തീരത്തുണ്ട്. ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് പത്രോസിനോട് യേശു ചോദിക്കുകയും പത്രോസ് യേശുവിനോട് മറുപടി പറഞ്ഞത് അല്പം താഴ്ന്ന ഒരു നിലവാരത്തിലാണ്: എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് ഇന്ന് രാവിലെ ഈ ചോദ്യം നമ്മളോട് ചോദിച്ചാൽ എത്ര പേർ അതിന് നല്ല രീതിയിൽ ഒരു ഉത്തരം പറയാൻ മനസ്സുണ്ട്? ഇവരിൽ അധികമായി എന്ന ആ പദം വളരെ രസകരമാണ്, അല്ലെങ്കിൽ വളരെ ഹൃദ്യമാണ്. കാര്യം, മറ്റുള്ളവരെക്കാൾ അധികം കർത്താവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട് പ്രിയരെ. കർത്താവിനെ നമുക്ക് മറ്റുള്ളവരെക്കാൾ അധികം സ്നേഹിക്കാൻ വ്യത്യസ്തമായിരിക്കുന്ന കാരണങ്ങളുണ്ട്. മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് ഇടപെട്ടതുപോലെയല്ല കർത്താവ് നമുക്ക് വേണ്ടിയിട്ട് ഇടപെട്ടത്. മറ്റുള്ളവരുടെ ജീവിതത്തിൻ്റെ സാഹചര്യങ്ങളിൽ പ്രവർത്തിച്ചതുപോലെയല്ല നമ്മുടെ ജീവിത സാഹചര്യത്തിൽ കർത്താവ് പ്രവർത്തിച്ചത്. പിശാച് അടച്ചിട്ടിരുന്ന കൂടുകൾക്കകത്ത് നിന്ന് മറ്റൊരുത്തൻ്റെ സഹായം കൂടാതെ കർത്താവ് നമ്മളെ പുറത്തു കൊണ്ടുവന്നതാണ്. അവർക്ക് വേണ്ടിയിട്ട് ഇടപെട്ടതുപോലെയല്ല ദൈവം നമുക്ക് വേണ്ടിയിട്ട് ഇടപെട്ടത്.
ആ ഒരു ആശയത്തിലാണ് പത്രോസിനോട് യേശു വന്ന് ചോദിക്കുന്നത്, ഇവരിൽ അധികമായി ഞാൻ നിന്നെ സ്നേഹിച്ചതാണ്, അതുകൊണ്ട് എനിക്ക് നിന്നോട് അങ്ങനെ തന്നെ ചോദിക്കാനുണ്ട്, ഇവരിൽ അധികമായി നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? സ്നേഹിതരെ, ദൈവമക്കളെ, ദൈവദാസന്മാരെ, മക്കളെ, ഞാൻ നിങ്ങളോട് ഇന്ന് രാവിലെ ഈ ദൈവവചനം മുന്നോട്ട് വച്ചിട്ട് കർത്താവ് നമ്മളോട് ചോദിക്കുകയാണ്, കുഞ്ഞുങ്ങളെ, ഇവരിൽ അധികമായി നിങ്ങളെന്നെ സ്നേഹിക്കുന്നുണ്ടോ? നമുക്കങ്ങനെ ഒരുപാട് കാരണങ്ങളില്ലേ പ്രിയരെ? നമ്മുടെ അമ്മയപ്പന്മാരെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരുപാട് കാരണങ്ങളുണ്ട്. നമ്മുടെ സ്നേഹിതന്മാരെക്കാൾ അധികം നമുക്ക് യേശുവിനെ സ്നേഹിക്കാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. മറ്റുള്ളവരെക്കാൾ അധികം യേശുവിനെ സ്നേഹിക്കാൻ നമുക്ക് ഒരുപാട് സംഗതികളുണ്ട്. യേശുവിനോട് ആ മനുഷ്യൻ പറഞ്ഞ മറുപടി ഒരു അല്പം താഴ്ന്ന നിലവാരത്തിലായി പോയി, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് രണ്ടാമതും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ഇപ്പോൾ യേശു ചോദിക്കുമ്പോൾ ഒരു പദം മുറിച്ചു കളഞ്ഞിട്ടാണ് യേശു ചോദിക്കുന്നത്, നിനക്കെന്നോട് സ്നേഹമുണ്ടോ, അഥവാ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ആദ്യം ചോദിച്ചപ്പോൾ ഇവരിൽ അധികം എന്ന ഒരു പദം വച്ച് കെട്ടിയാണ് യേശു ചോദിച്ചതെങ്കിൽ, രണ്ടാമത് ചോദിച്ചപ്പോൾ ആ പദം കർത്താവ് മുറിച്ചു കളഞ്ഞു. ഇവരിൽ അധികം എന്ന പദം മുറിച്ചു മാറ്റിയിട്ട് ഒരല്പം താഴ്ന്ന നിലവാരത്തിൽ യേശു ചോദിക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഇന്ന് രാവിലെ കർത്താവ് അതൊന്ന് ആവർത്തിച്ചാൽ എത്ര പേര് അതിന് മറുപടി പറയാൻ തയ്യാറാകും? പത്രോസിനെ ഒരല്പം കൂടി ഹൃദയവേദന വന്നിട്ടാണെന്ന് തോന്നുന്നു. അവൻ എന്നാൽ ആദ്യത്തെ മറുപടി തന്നെ അത് ആവർത്തിക്കുകയാണ്, എനിക്ക് നിന്നോട് പ്രിയമുണ്ട്. കർത്താവ് പ്രതീക്ഷിച്ച ഒരു മറുപടി അവനിൽ നിന്ന് കിട്ടാത്തത് കൊണ്ട് മൂന്നാമതും യേശു ചോദിക്കുന്നു. മൂന്നാമത്തെ യേശുവിൻ്റെ ചോദ്യം സ്നേഹിക്കുന്നോ, ഇവരിൽ അധികമായി സ്നേഹിക്കുന്നോ എന്നൊന്നുമല്ല, മറിച്ച് അവൻ പറഞ്ഞ ആ വാക്ക് തന്നെ യേശു എടുത്തുയർത്തിക്കൊണ്ട് ചോദിക്കുന്നു, നിനക്കെന്നോട് പ്രിയമുണ്ടെന്നല്ലേ പറഞ്ഞത്? അങ്ങനെയാണെങ്കിൽ ഞാൻ നിന്നോട് ചോദിക്കുകയാണ്, നിനക്കാ പറയുന്ന പ്രിയമെങ്കിലും എന്നോടുണ്ടോ? കർത്താവ് ഈ ചോദ്യമായിട്ട് ഇന്ന് രാവിലെ നമ്മുടെ ഇടയിലേക്ക്, നമ്മുടെ നടുവിലോട്ട്, നമ്മുടെ ഹൃദയത്തിലോട്ട് ഒന്ന് ഇറങ്ങി വന്നു കഴിഞ്ഞാൽ എത്ര പേർക്കാണ് അതിനകത്ത് ഒരു ഹൃദ്യമായൊരു മറുപടി പറയാനായിട്ട് കഴിയുന്നത്? പലപ്പോഴും നമ്മുടെ വാക്കുകളിൽ മാത്രമാണ് യേശുവിനോടുള്ള സ്നേഹം ഒതുങ്ങുന്നത്, അല്ലേ? പലപ്പോഴും നമ്മുടെ കൊച്ചു ആരാധനയുടെ ഇടയിൽ ഉയരുന്ന കൊച്ചു സ്തോത്ര സ്വരങ്ങളിൽ മാത്രമാണ് നമുക്ക് കർത്താവിനോടുള്ള സ്നേഹം ഒതുങ്ങിപ്പോകുന്നത്. അല്ലെങ്കിൽ നമ്മുടെ ആവശ്യങ്ങൾ വരുമ്പോൾ മാത്രമാണ് നമുക്ക് യേശുവിനോട് സ്നേഹമുണ്ടെന്നൊക്കെ നമ്മൾ പറയുന്നത്. പക്ഷേ വാസ്തവത്തിൽ കർത്താവ് നമ്മളോട് ആ ചോദ്യം ഇന്ന് രാവിലെ ചോദിക്കുകയാണ്. കർത്താവിന് അതൊന്ന് അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് കേട്ടോ. നമുക്ക് അവനോട് സ്നേഹമുണ്ടോ എന്ന്, നമ്മൾ ഈ പറയുന്ന സ്നേഹമെങ്കിലും കർത്താവിനോട് ഉണ്ടോ എന്ന് കർത്താവിനെ അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട്. പ്രിയരെ, നമ്മൾ ആവശ്യങ്ങൾക്ക് മാത്രം യേശുവിനെ സമീപിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്നവരാണ്. എന്നാൽ നമ്മുടെ സ്നേഹം പലപ്പോഴും മറ്റുള്ളവരിലേക്ക് ഒതുങ്ങിപ്പോകാറുണ്ട്. കർത്താവ് ഇത്രയധികം നമ്മളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുമ്പോൾ ആ ചോദ്യം ചോദിക്കുന്ന ആ ചോദ്യകർത്താവിന് അതിൻ്റെ ഉത്തരം അറിയാനുള്ള ഒരു ഉത്തരവാദിത്വമുണ്ട്, അവന് അതിൻ്റെ ഒരു ആഗ്രഹമുണ്ട്. ആ ചോദ്യം ഇന്ന് രാവിലെ നമ്മുടെ മുമ്പിൽ കർത്താവ് വയ്ക്കുന്നു, നീ എന്നെ സ്നേഹിക്കുന്നുവോ? വാസ്തവത്തിൽ അതിനൊരു ഉത്തരം കണ്ടെത്തി ദൈവസന്നിധിയിൽ ആ ഉത്തരം പറയാനുള്ള ഒരു ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ട്, നമുക്കുണ്ട്. അതിനായി ദൈവം നമ്മെ ഈ വചനങ്ങളാൽ സഹായിക്കട്ടെ.